പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും എതിർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കുന്ന യുഎസ്കാരുടെ പ്രമേയത്തിൽ UN രക്ഷാസമിതി വോട്ടെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. പാലസ്തീൻ രാഷ്ട്രത്തോടുള്ള ഇസ്രായേലിന്റെ എതിർപ്പിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഹമാസിന് പ്രതിഫലം കൊടുക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. US പിന്തുണയുള്ള ഗാസ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്ന പ്രമേയത്തിൽ UN സുരക്ഷാ കൗൺസിൽ വോട്ടെടുപ്പ് നടത്തുന്ന വേളയിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും എതിർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര നിലപാടുള്ള കക്ഷികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്രത്തോടുള്ള ഇസ്രായേലിന്റെ എതിർപ്പിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഏതൊരു നീക്കത്തെയും താൻ തടഞ്ഞു നിർത്തുന്നുണ്ടെന്നും ബാഹ്യമായോ ആന്തരികമായോ സമ്മർദ്ദവും ഭീഷണിയും ഇല്ലെന്നും നെതന്യാഹു പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് ഹമാസിന് ഗുണകരമാവുമെന്നും അത് ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഹമാസ് ഭരിക്കുന്ന ഒരു രാജ്യത്തിന് വഴിയൊരുക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. മറ്റ് ഇസ്രായേലി മന്ത്രിമാരും പലസ്തീൻ രാഷ്ട്രത്തിനെതിരായ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ നയം വ്യക്തമാണെന്നും ഒരു പലസ്തീൻ രാഷ്ട്രവും സ്ഥാപിക്കപ്പെടില്ലെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രായേൽ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു പലസ്തീൻ ഭീകരരാഷ്ട്രം സ്ഥാപിക്കാൻ രാജ്യം സമ്മതിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറും പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.